ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് സൂറത്തുൽ കഹ്ഫിൻ്റെ 20 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അൽഹംദുലില്ലാഹ് നമ്മൾ 20 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 21-ാമത്തെ ആയത്താണ്. 21-ാമത്തെ ആയത്തിൽ നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം ആദ്യം. വകദാലിക എന്ന് പറഞ്ഞാൽ അപ്രകാരം. ഓക്കെ, അപ്രകാരം. ആസർന എന്ന് പറഞ്ഞാൽ നാം വെളിവാക്കി കൊടുത്തു. നാം എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നാം വെളിവാക്കി കൊടുത്തു. ആസർന എന്ന് പറഞ്ഞാൽ വെളിവാക്കി കൊടുത്തു, അല്ലെങ്കിൽ അറിയിച്ചു കൊടുത്തു. അലൈഹിം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച്. ഇവിടെ അവരെന്ന് പറഞ്ഞാൽ ഗുഹാവാസികളാണ്. അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ വെളിവാക്കി കൊടുത്തു. ലിയാലമു എന്തിനാണ് വെളിവാക്കിയത്? ലിയാലിക്ക് വേണ്ടി. ലി വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ലിയാലമു അവർ അറിയുവാൻ. അവർ എന്ന് പറഞ്ഞാൽ ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഉണർന്ന് എണീച്ച് വരുന്ന സമയത്തുള്ള ജനങ്ങൾ, അതും അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആൾക്കാരും. ലിയാലമു അവർ അറിയുവാൻ വേണ്ടി. എന്താണ് അറിയേണ്ടത്? അന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അന്ന വാദല്ലാഹി. വാദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം. വാഗ്ദാനം. വാദല്ലാഹി അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ച പോലെയുള്ള ഒരു കോമ്പിനേഷനാണ്. മുളാഫിൻ ഇലൈഹി കോമ്പിനേഷനാണ്. വാദല്ലാഹി അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അന്ന വാദല്ലാഹി ഹഖ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഹഖാണ്. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യമാണ്, യഥാർത്ഥമാണ് എന്നും. വ അന്ന രണ്ടാമതൊരു ആൻഡ്. ഇത് കണക്ഷനാണ് നേരത്തെ പറഞ്ഞതും ഇതും. വ അന്ന തീർച്ചയായും. അസ്സാഅത്ത എന്ന് പറഞ്ഞാൽ അന്ത്യസമയം അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ സമയം. അന്നസ്സാഅത്ത ലാ റൈബ ഫീഹ. റൈബ് എന്ന് പറഞ്ഞാൽ സംശയം. ലാ റൈബ എന്ന് പറഞ്ഞാൽ സംശയമില്ല. ഫീഹ അതിൽ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിനെ എന്താക്കി കൊടുത്തു? വെളിവാക്കി കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ലിയഅലം അവരറിയാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം സത്യമാണെന്നും അതേപോലെ തന്നെ അന്ത്യസമയം ഉറപ്പായിട്ടും ഉണ്ടാവും. വന്നസ്സാഅത ലാ റൈബ ഫിഹ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ അന്ത്യസമയം അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതിന് തെളിവായിട്ട്, അല്ലെങ്കിൽ അതറിയാൻ വേണ്ടിയാണ് അവരെ പുറത്തുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകളെ പുറത്തുള്ള ജനങ്ങൾക്ക്, അവിടെയുള്ള രാജ്യത്തിലുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തത് എന്തിനാണ്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 2 കാര്യം. ഒന്നെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം ശരിയാണെന്നും. വാഗ്ദാനം എന്താണ്? അസ്സാഅത്ത ഉറപ്പായിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ അന്ത്യസമയം ഉറപ്പായിട്ടും ഉണ്ടാവില്ല, യാതൊരു സംശയവുമില്ല. ഈ 2 കാര്യങ്ങൾ. 2 എന്ന് വെച്ചാൽ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാദ എന്ന് പറഞ്ഞാൽ അസ്സാഅത്തയാണ്. സാത്ത ആണ്. നമ്മൾ വിശദീകരണത്തിൽ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കുക. അപ്പോൾ
കദാലിക അസർന അലൈഹിം ലിയാലമു. അപ്രകാരം തന്നെ നാം എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെളിവാക്കി, ലിയാലമു മറ്റുള്ളവരെ അറിയാൻ വേണ്ടി, പുറത്തുള്ള ആളുകളെ അറിയാൻ വേണ്ടി, അന്ന വഅദല്ലാഹി ഹഖ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്നും, വ അന്ന സ്സാഅത ലാ റൈബ ഫീഹ അന്ത്യസമയത്തിന് യാതൊരു സംശയവുമില്ലാതെ അന്ത്യസമയം എന്താ തന്നെ ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് പറയാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി. നെക്സ്റ്റ് ഒരു ആയേ ഉള്ളൂ. ഒരു ആയയുടെ വലിയ ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഇത് യതനാസഊന അവർ തർക്കിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗുഹാവാസികളല്ല, പുറത്തുള്ള ആളുകൾ പരസ്പരം തർക്കിക്കുകയാണ്. ബൈനഹും അവർ തമ്മിൽ. ഇത് യതനാസഊന ബൈനഹും അമ്രഹും. അമ്രഹും എന്ന് പറഞ്ഞാൽ അമ്ര എന്ന് പറഞ്ഞാൽ കാര്യം, ഹും എന്ന് പറഞ്ഞാൽ ഇവിടെ അസ്വാബുൽ കഹഫാണ്. കഹഫിൻ്റെ ആളുകളെ സംബന്ധിച്ച് പുറത്തുള്ള ജനങ്ങൾ തർക്കിക്കുകയാണ്. ഇത് യതനാസഊന ബൈനഹും അമ്ര. ഇവിടെ തർക്കം എന്തിനാണെന്ന് വെച്ചാൽ അവർ എങ്ങനെയാണ് ആദരിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് തർക്കം. അസ്ഹാബുൽ കഹഫിൻ്റെ ആളുകളെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് അവിടെ തർക്കം നടത്തുന്നത്. അപ്പോൾ ഇത് യതനാസഊന ബൈനഹും അമ്രഹും അവർ തർക്കിക്കുന്ന സമയത്ത് ഫഖാലു അതിലൊരു കൂട്ടർ പറഞ്ഞു, ഫഖാലു ഒരു ഗ്രൂപ്പ് പറഞ്ഞു, ഫഖാലുബ്നു അലൈഹിം ഫഖാലുബ്നു അലൈഹിം ഇബ്നു എന്നാ ഇബ്നു എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. ഇതിവിടെ കൂട്ടി യോജിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടി യോജിക്കുന്ന സമയത്ത് ഇവിടെ ഹംസത്തുൽ വസ്ൽ പ്രൊനൗൺസ് ചെയ്യില്ല. അപ്പം ഫഖാലുബ്നു അലൈഹിം അവരുടെ മേൽ നിങ്ങൾ നിർമ്മിക്കണം. ബുനു എന്ന് പറഞ്ഞാൽ കമാൻഡാണ്, ഫേല അമ്രാണ്, കൽപ്പനക്രിയയാണ്. ഓക്കെ, ബുനു നിങ്ങൾ നിർമ്മിക്കൂ അല്ലെങ്കിൽ നിർമ്മിക്കണം. എന്ത് അലൈഹിം അവരുടെ മേൽ. ഇവിടെ ഹീം എന്ന് പറഞ്ഞത് കഹഫിലെ ആളുകളാണ്, അസ്ഹാബുൽ കഹഫിൻ്റെ ആളുകളുടെ മേൽ ബുന്യാന ഒരു കെട്ടിടം നിർമ്മിക്കണം. ഒരു കെട്ടിടം ബുന്യാന ഒരു നിർമ്മാണം നടത്തണം. അവരെ ആദരിക്കാൻ വേണ്ടി അവരുടെ പേരിൽ എന്ത് ചെയ്യണം, ഒരു നിർമ്മാണം നടത്തണം, ഒരു കെട്ടിടം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു, റബ്ബുഹും ആലമു ബിഹിം അവരുടെ റബ്ബ് അല്ലെങ്കിൽ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്ത് ചെയ്യുന്നത്, അവരെ പറ്റി കൂടുതൽ അറിയുന്നത്. അവരെ പറ്റി ഈ അസ്ഹാബുൽ കഹഫിനെ പറ്റി കൂടുതൽ അറിയാവുന്നത് ആർക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് വിശ്വാസികളാണ്. ഈ ഒരു പറഞ്ഞ ആൾക്കാർ വിശ്വാസികളാണ്. അവരെന്താ പറയുന്നത്, ഈ കഹഫിൻ്റെ ആളുകളുടെ ആദരിക്കാനായിട്ട് എന്തുണ്ടാക്കണം, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കണം. എന്നിട്ട് എന്തു പറഞ്ഞത്, അവരെ പറ്റി കൂടുതൽ അറിയാവുന്നത് റബ്ബിനാണ് എന്നാണ്. അപ്പോൾ ഉറങ്ങിയിട്ടിപ്പോൾ കുറേ കാലമായല്ലേ, 300 അല്ലെങ്കിൽ 350 വർഷമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ പറ്റി കൂടുതൽ ആർക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യതനാസഊന ബൈനഹും അമ്രഹും. അപ്പോൾ ആളുകൾ തമ്മിൽ തർക്കമാണ് ഈ എങ്ങനെയാണ് ഇവരെ ആദരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് തർക്കം. അപ്പോൾ ഖാലു ഒരു ഗ്രൂപ്പ് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇബ്നു അലൈഹിം ബുന്യാന അവരുടെ പേരിൽ എന്തുണ്ടാക്കണം, ഒരു കെട്ടിട ഒരു നിർമ്മാണം ഉണ്ടാക്കണം. ഇതെന്തുകൂടി പറഞ്ഞു, റബ്ബുഹും അലമു ബിഹിം അവരുടെ റബ്ബിനാണ് അവരെ പറ്റി കൂടുതൽ അറിയാവുന്നത്. അവിടെ ബാക്കിയാണ് ആ തന്നെയാണ്. ഖാല എന്ന് പറഞ്ഞാൽ ഖാല ലദീന ഗലബു വിജയം നേടിയവർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള രാജാവോ അല്ലെങ്കിൽ ഭരണാധികാരികളോ നേതാക്കന്മാരോ ആരെങ്കിലും. ഗലബു വിജയം നേടിയവർ എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ വിജയം നേടിയവർ.
തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ വിജയിച്ച ആളുകൾ അവർ പറഞ്ഞെന്ത് അല അംരിഹിം, അല അംരിഹിം, അല എന്ന് പറഞ്ഞാൽ മേൽ, അല്ലെങ്കിൽ അല അംരിഹിം അവരുടെ കാര്യത്തിൽ, തങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അസ്ഹാബു കഹ്ഫിൻ്റെ കാര്യത്തിൽ, അല അംരിഹിം തങ്ങളുടെ കാര്യത്തിൽ, ലനത്തഹിദന്ന, ലനത്തഹിദന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുക തന്നെ വേണം. എന്ത്? അലൈഹിം അവരുടെ മേൽ, മസ്ജിദ. എന്താ ഉണ്ടാക്കേണ്ടത്? ഇവർ പറയാണ്, ആ നാട്ടിലെ പ്രമാണിമാരോ അല്ലെങ്കിൽ രാജാവോ ആരോ ആണ്, ആ ഒരു ഗ്രൂപ്പാണ് പറയുന്നത് ലനത്തഹിദന്ന അലൈഹിം മസ്ജിദ. ഈ അസ്ഹാബ് കഹ്ഫിൻ്റെ ആളുകളുടെ പേരിൽ എന്തുണ്ടാക്കണം? അവരുടെ ഒരു പള്ളി നിർമ്മിക്കണം. അപ്പം ഇത്രയാണ് ഈ ആയൽ. അപ്പം രണ്ട് രീതിയിലുള്ള അഭിപ്രായമാണ്. ഒന്ന്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്, വേറൊരു ഗ്രൂപ്പ് എന്ത് പറഞ്ഞ് കാര്യത്തിൽ വിജയം നേടിയെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യമാണ് നടക്കുക. അങ്ങനെയുള്ള ആൾക്കാർ അവരെന്ത് പറഞ്ഞു? ഈ ഇവരുടെ പേരിൽ ഒരു മസ്ജിദാണ് നിർമ്മിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്നും അന്ത്യസമയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുഹാവാസികളെ എന്ത് ചെയ്ത് കണ്ടെത്താൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് വെളിവാക്കി കൊടുത്തു, ആൾക്കാർക്ക് കണ്ടെത്താനുള്ള അവസരം നൽകി. എന്നിട്ട് അവർ അന്യോന്യം, ഈ ആളുകൾ, ജനങ്ങൾ, ഗുഹാവാസികളല്ല, അല്ലാത്ത പുറത്തുള്ള ആൾക്കാർ അന്യോന്യം എന്ത് ചെയ്ത് ഗുഹാവാസികളുടെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു ഗ്രൂപ്പ് ഒരു വിഭാഗം എന്ത് പറഞ്ഞ് അവരുടെ മേലൊരു കെട്ടിടം നിർമ്മിക്കുക നമുക്ക്. അപ്പോൾ വേറൊരു ഗ്രൂപ്പ് എന്താ പറഞ്ഞത്? ഈ ഒരു കെട്ടിടം നിർമ്മിക്കുക എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് എന്ത് പറഞ്ഞത്? അവരുടെ രക്ഷിതാവ് അവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ്. അപ്പോൾ വേറൊരു ഗ്രൂപ്പ് എന്ത് പറഞ്ഞ് അവരുടെ കാര്യത്തിൽ പ്രാബല്യം നേടിയവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംസാരത്തിൽ വിജയിച്ച് അവർ പറയുന്ന കാര്യമാണ് നടക്കും എന്നുള്ള ഒരു ഗ്രൂപ്പ് അവരെന്ത് പറഞ്ഞ് നമുക്ക് അവരുടെ മേലൊരു പള്ളി നിർമ്മിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ആയയുടെ മീനിങ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വക്കദാലിക്ക പറഞ്ഞില്ലേ? വക്കദാലിക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്രകാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഉറക്കി. ആരെ? അസ്ഹാബുൽ കഹ്ഫിനെ ദീർഘകാലം 300 വർഷം ഉറക്കി അല്ലേ? അതൊരു അത്ഭുതം, ഒരു ഭയങ്കര അത്ഭുതമാണ് അല്ലേ? 300 അല്ലെങ്കിൽ 350 വർഷം ഉറക്കി എന്നുള്ളത് ഒരു അത്ഭുതം. പിന്നെ രണ്ടാമത്തെ അത്ഭുതം എന്താണ്? അവരെ ഈ ഇത്രയും കാലം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്ത് അവരെ ഉണർത്തി എഴുന്നേൽപ്പിച്ചു അല്ലേ? എഴുന്നേറ്റ സമയത്ത് എന്തില്ല, അവരെ ഈ ഉറങ്ങിയത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എന്ത് ചെയ്തത് എഴുന്നേൽപ്പിച്ചതും. അപ്പോൾ അവരുടെ ശരീരത്തിനോ, നമ്മൾ കഴിഞ്ഞ ആയ പഠിച്ചതാണ് അതൊക്കെ, എന്തില്ല യാതൊരു മാറ്റങ്ങളും സംഭവിക്കാത്ത രീതിയിലാണ് അവരെ ഉണർത്തിയത്. അതാണ് വക്കദാലിക്ക പറയുന്നത്. വക്കദാലിക്ക അപ്രകാരം തന്നെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, 2 അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വക്കദാലിക്ക ആസർന എന്ന് പറഞ്ഞാൽ നാം വെളിവാക്കി കൊടുത്തു. ഇപ്പോൾ ഇവിടെ വെളിവാക്കി കൊടുത്തത് ആർക്കാണ്? ജനങ്ങൾക്കാണ് വെളിവാക്കി കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ എങ്ങനെയാണ് വെളിവാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആയതിൽ പഠിച്ചിട്ടുണ്ട്. ഇവരെന്ത് ചെയ്ത് ഉണർന്നു കഴിഞ്ഞതിന് ശേഷം ഇവർ പരസ്പരം തർക്കമൊക്കെ നടത്തിയില്ലേ? എത്ര കാലമാണ് നമ്മൾ ഉറങ്ങിയതെന്നുള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് പറഞ്ഞ് അള്ളാഹുവിനാണ് എന്ത് നമ്മൾ ഉറങ്ങിയതിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് നന്നായി അറിയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സംസാരം അവിടെ നിർത്തി കഴിഞ്ഞതിന് ശേഷം അവരിൽ നിന്ന് ഒരാളെ എന്തിനു വേണ്ടി? ഭക്ഷണത്തിന് വേണ്ടി ഒരു വെള്ളി, അവരുടെ ഉറങ്ങിയ സമയത്ത് അള്ളാഹു അവർ കഹ്ഫിലേക്ക് കടന്നുറങ്ങിയ സമയത്ത് അവരെ കയ്യിലുള്ളൊരു നാണയം, വെള്ളി നാണയവുമായിട്ട്
അവരെന്ത് ചെയ്ത് ഭക്ഷണ സാധനം വാങ്ങാൻ വേണ്ടി ഒരാളെ എന്ത് ചെയ്തു പട്ടണത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞു വിട്ട ആൾ ഒരു കടയിൽ കയറിയിട്ട് ഭക്ഷണം വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ കടക്കാരനെ ഈ നാണയം ഇങ്ങനെ നോക്കിയില്ലേ. കാരണം എന്താണ്, ആ നാണയം എത്രയോ വർഷങ്ങൾ 300 അല്ലേ വർഷങ്ങൾക്ക് മുമ്പുള്ള നാണയമാണ്. അപ്പോൾ അത്ഭുതത്തോടെ നോക്കുകയും അത് അടുത്ത ആൾക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ കുറേ പേര് ഈ നാണയങ്ങൾ കണ്ട്. അപ്പോൾ ഈ നാണയവും ഭക്ഷണം വാങ്ങാൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ ഇയാളെന്ത് ഉപദേശിച്ചിരുന്നു, ഒരു കാരണവശാലും ഈ ഗുഹയിലുള്ള ആളുകളെ പറ്റി പുറത്തുള്ള ആളുകൾ അറിയാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. പുറത്തുള്ള ആളുകളെ, ഈ ഗുഹാവാസികളെ പറ്റി പുറത്തുള്ള ആളുകൾ അറിയാൻ പാടില്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് കാലം ഉറങ്ങിയതായിട്ട് ഇവർക്ക് അറിയുന്നില്ല, എത്രയും കാലം ഉറങ്ങിയതായിട്ട് അറിയുന്നില്ല, പുറത്ത് സംഭവിച്ച മാറ്റങ്ങളൊന്നും ഇവർ അറിയുന്നില്ല. അത്രയും നല്ല അല്ലേ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഉറക്കമായിരുന്നു അവർ ഉറങ്ങിയത്. അപ്പോൾ പുറത്തുള്ള സംഭവങ്ങളൊന്നും അവരറിഞ്ഞില്ല. കാലഘട്ടങ്ങൾ അല്ലേ വർഷങ്ങൾ കുറേ കഴിഞ്ഞു പോയി, പുറത്ത് കുറേ മാറ്റങ്ങൾ സംഭവിച്ച് അവർ ഉറങ്ങുന്ന സമയത്തുള്ള ആളുകളും ജനങ്ങളും ഭരണാധികാരികളും ഒന്നും അല്ല പുറത്ത് ഉള്ളത്. ഓക്കെ, അതൊന്നും ഇവരെ അറിയുന്നില്ല. ഇവരെന്താണ് തീരുമാനിക്കുന്നത്, ഇവരെ പറ്റി ജനങ്ങൾ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, അവർ ഒന്നുകിൽ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ അവരുടെ ഷിർക്കിൻ്റെ മതത്തിലേക്ക് നമ്മളെ ചേർക്കും. അതുകൊണ്ട് നമ്മളെപ്പറ്റി എന്ത് ചെയ്യാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത്, പിന്നെ ഈ വെള്ളി നാണയം കൊണ്ട് ആൾ ഷോപ്പിലേക്ക് പോയത്. ഓക്കെ, പക്ഷേ അവരുടെ തീരുമാനം അതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം എന്താണ്, ഈ ഒരു കാര്യം ഇത് പരസ്യമാക്കണം, അല്ലെങ്കിൽ ഈ സംഭവം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം ഈ ഒരു കാര്യം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ജനങ്ങളെല്ലാം വിശ്വാസികളായിരുന്നു, ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. പക്ഷേ അതിന് ഭൂരിപക്ഷം ആൾക്കാർക്ക് എന്തില്ല, ഖിയാമത്ത് നാളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഖിയാമത്ത് നാളിൽ വിശ്വാസം ഇല്ലാത്ത ആളുകളായിരുന്നു കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് ഖിയാമത്ത് നാളിൻ്റെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ആണ് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ എഴുന്നേൽപ്പിച്ച് വെളിവാക്കാനുള്ള കാരണം. ഖിയാമത്ത് നാളുണ്ട്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചല്ലോ ഇവിടെ. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്നും ഖിയാമത്ത് നാളുണ്ടെന്നും ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവായിട്ടാണ് എന്ത് ചെയ്തത്, ഇവരെ എഴുന്നേൽപ്പിക്കുക എന്നല്ല ചെയ്തത്, ജനങ്ങൾക്ക് ഇവരെ വെളിവാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അത്ഭുതവും അതുപോലെ തന്നെ ഒരു ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഭവത്തിന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഈ വാദ പറഞ്ഞില്ലേ, കദാലിക അസർന ഇപ്പോൾ മനസ്സിലായല്ലോ. അലൈഹിം ലിയാലമു എന്ന് പറഞ്ഞാൽ അവരറിയാൻ വേണ്ടി. അപ്പോൾ ആരാണ് അറിയേണ്ടത്, ഒന്ന് ഈ ഇവരെ എഴുന്നേറ്റ് വരുന്ന സമയത്തുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഖിയാമത്ത് നാളിലെ വിശ്വാസമില്ലാത്ത ആളുകൾ, അവരും അറിയണം. പിന്നെ ആരറിയണം, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയണം. വിശുദ്ധ ഖുർആന് എന്ന് കാലം ഭൂമിയിലുണ്ടോ ആരൊക്കെയാണോ അത് പാരായണം ചെയ്യുന്നത് അവർക്കെല്ലാം അറിയണം. എല്ലാവർക്കും ഇത് പ്ലൂറലായിട്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ലിയാലമു അവരറിയാൻ വേണ്ടി, എല്ലാവരും അറിയാൻ വേണ്ടി. പ്രഥമമായിട്ട് അറിയുന്നത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ജനങ്ങൾ തന്നെയാണ്. അവരൊന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്ന സമയത്തുള്ള ജനങ്ങളാണ്. ബാക്കി എല്ലാ ആൾക്കാരും അറിയണമെന്ത്, ഈ രണ്ട് കാര്യങ്ങളും സാഅത്തും വാദ്, അള്ളാഹുവിൻ്റെ വാദ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വാദ് വാഗ്ദാനം എന്താണ്, അന്ത്യനാൾ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗവും
അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ശിക്ഷയും നരകവും ഉണ്ടാവും എന്നാണ് വാഗ്ദാനം. സാത്താണ് വാഗ്ദാനം. ഈ സാത്ത് എന്തിനു വേണ്ടിയാണ്? അല്ലേ, ജനങ്ങൾ അല്ലേ അന്ത്യസമയം ഖിയാമത്ത് സംഭവിച്ചു കഴിയുന്ന സമയത്താണ് ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്. അല്ലേ, നല്ലത് അള്ളാഹുവിനെ വിശ്വസിക്കുകയും നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗവും, അല്ലേ, അതേപോലെ തന്നെ അവിശ്വാസികൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, അനുസരണയില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? നരകവും ശിക്ഷയും നൽകണം. അപ്പോൾ അതാണ് വാഴത്. ഇതാണ് വാഴത്. ഓക്കെ. അപ്പോൾ ഈ അസ്ഹാബുൽ കഹ്ഫിനെ എഴുന്നേൽപ്പിച്ചല്ലോ, അത് പുനർജീവിപ്പിക്കുന്നതിനുള്ള ഒരു തെളിവായിട്ടാണ്. കാരണം അത്രയും കാലം അല്ലേ 350 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ അത് എന്തിനുള്ള ഒരു തെളിവാണ്? അസാദ് പുനർജീവിപ്പിക്കും എന്നുള്ളതിനുള്ള തെളിവാണ്. പുനർജീവിതത്തിനുള്ള തെളിവാണ് അവരെ ഉണർത്തിയാലുള്ളത്. അപ്പോൾ ഈ ഖിയാമത്ത് നാളിനെ പറ്റി സാഅത്ത് മനസ്സിലുറപ്പിച്ച് ഉണ്ടെന്ന് ഉറപ്പായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാനും അതേപോലെ തന്നെ നന്മ പ്രവർത്തിക്കാനും യാതൊരു നല്ല എളുപ്പമുണ്ടാവും. അല്ലേ, ഇത് വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഇതിനെ പറ്റി ചിന്തിക്കുകയും വിശ്വാസമില്ലാത്തയും ആൾക്കാർക്കാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള ധൈര്യം വരുന്നത്. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മളെല്ലാ പ്രവർത്തനത്തിനും നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്ന് ഉറപ്പിക്കുന്നത് ആരാണ്? സാഅത്ത് ഉണ്ട് എന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ സാഅത്തിനെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഈ അന്ത്യസമയത്തിലാണ്. അന്ത്യസമയം ഇതിനെ മറപ്പിച്ച് കളയും. നമുക്ക് ഭൂമിയിലേക്കുള്ള ചിന്തയെ നമ്മളെ വർദ്ധിപ്പിക്കും. നമുക്ക് ഭൂമിയിലേക്കുള്ള ചിന്ത മാത്രമായിട്ട് ചില ആൾക്കാർക്ക് അല്ലേ മരിക്കുന്നതിനെ പറ്റി യാതൊരു ചിന്തയും ഉണ്ടാവില്ല. എന്തിനെപ്പറ്റി മാത്രമാണ് ഒരു ഭൂമിയിലുള്ള ജീവിതവും അതിനുള്ള ചുറ്റുപാട് അതിനുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുക? ചില ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം ആളുകൾക്ക് എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കാനും അല്ലേ അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ജീവിക്കാനും ഇബാദത്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഇവിടെ തന്നെയാണ്, ഈ സാഅത്തിലാണ്. ഇതിന് സംശയം ഉണ്ടാക്കുക, ആൾക്കാർക്ക് സംശയം ജനിപ്പിക്കുക, ഉണ്ടോ ഇല്ല എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുക? എത്തിക്കുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെ വഴിതെറ്റിക്കാൻ ഇബ്ലീസിന് എളുപ്പം കഴിയും. ഓക്കെ. അപ്പോൾ അതാണ് ഈ ആയൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഖിയാമത്ത് നാളെ നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. നമ്മൾ ഉറച്ച് വിശ്വസിക്കുക ഖിയാമത്ത് നാളുണ്ട്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മൾ നിൽക്കും. അപ്പോൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ കാണിക്കപ്പെടും. എല്ലാ നല്ലതായ പ്രവർത്തനങ്ങളും എല്ലാ നമ്മൾ ചെയ്ത എല്ലാ തിന്മകളും അവിടെ കാണിക്കപ്പെടും. അപ്പോൾ തൗബയൊക്കെ ചെയ്തിട്ട് തിന്മകളൊക്കെ അള്ളാഹു മായ്ച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കിതാബിൽ നിന്ന് തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ക്കുന്നൊരു ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടുത്തിയതെങ്കിലും നമ്മളത് കാണിച്ചു തരും. മറ്റുള്ളവർ കാണാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വെളിവാക്കി തരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉറച്ച് വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ആജ്ഞക്കനുസരിച്ച് എന്ത് ചെയ്യുക? നമ്മൾ ജീവിക്കുക. എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ഫൈദ് യതനാസഊന ബൈനഹും. ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തർക്കം നടത്തി. എന്തിനാണ് തർക്കം നടത്തുന്നത്? ഈ അസ്ഹാബുൽ കഹ്ഫ് ഇതൊരു അത്ഭുതമാണല്ലോ അല്ലേ. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകൾ എന്ത് ചെയ്ത്? എഴുന്നേറ്റ് 300 വർഷം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ്. അപ്പോൾ ഈ വെള്ളി നാണയം കണ്ടപ്പോൾ തന്നെ അവർക്ക് അത്ഭുതമായി. ഇവരുടെ നാണയം കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് അത്ഭുതമായി. അപ്പോൾ എല്ലാവരും കൂടിയും എന്ത് ചെയ്ത്? ഇയാളെ ചോദ്യം ചെയ്ത് അല്ലേ ഉറപ്പായിട്ട് ഇയാൾ പറയേണ്ടി വരും എങ്ങനെയാണ് സംഭവിച്ചത് എന്താണെന്നുള്ളത് സംഭവം ഇയാൾ പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ എല്ലാവരും ഗുഹയുടെ അടുത്തേക്ക് വന്ന് അപ്പോഴാണ് എന്ത് ചെയ്തത്?
ഇതിൽ തർക്കം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇവർ ആദരിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് തർക്കം നടക്കുന്നത്. ബൈനം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ, നാട്ടുകാർ തമ്മിലാണ് തർക്കം നടക്കുന്നത്. അമ്രഹും എന്ന് പറഞ്ഞാൽ ഈ ഗുഹാവാസികളുടെ കാര്യത്തെപ്പറ്റി അവർ തർക്കിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഒരു ഗ്രൂപ്പ് പറഞ്ഞ് എന്ത്, ഒരു കെട്ടിടം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് വിശ്വാസികളാണെന്നാണ് പറയുന്നത്. കാരണം അവരെന്തും കൂടി പറഞ്ഞിട്ടുണ്ട്, റബ്ബുഹും ആലമു ബിഹിം. അപ്പോൾ ഇത് കറക്റ്റ് വിശ്വാസികളാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഈ ഒരു ഇത് കാര്യം അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഒരു ആദരിക്കാനും അതുപോലെ തന്നെ പിൽക്കാലത്തുള്ള ആൾക്കാർക്ക് അറിയാനും വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇത് ബിൽഡിംഗ് ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് എന്തും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനാണ് ഇവരെ പറ്റി കൂടുതൽ അറിയാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഗ്രൂപ്പ് എന്താ പറഞ്ഞത്, അടുത്ത ഗ്രൂപ്പ് എന്താ പറഞ്ഞിരുന്നത്, ഇവരുടെ പേരിലൊരു മസ്ജിദ് ഉണ്ടാക്കണം എന്നല്ലേ. ഇവരുടെ പേരിലൊരു കാലലദീന ഗലബു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിലുള്ള ഒന്നുകിൽ രാജാവായിരിക്കും അല്ലെങ്കിൽ അത് നേതാക്കന്മാരായിരിക്കും. അവർ പറയുന്നതാണല്ലോ നടക്കുക. സാധാരണക്കാർ തൊട്ട് മുന്നിൽ പറഞ്ഞത് സാധാരണക്കാരാണ്, അത് വിശ്വാസികളാണ്. അപ്പോൾ അവർ പറഞ്ഞത് നടക്കൂല. ആര് പറഞ്ഞതാണ് നടക്കുക? വിജയം ആർക്കാണ് ഉണ്ടാകുക? നേതൃസ്ഥാനത്തുള്ള ആൾക്കാർക്കാണ് വിജയം ഉണ്ടാകുക. അവർ പറയുന്നതാണ് നടക്കുക. അപ്പോൾ അല അമ്രിയും. അതുകൊണ്ടാണ് ഇവിടെ ലനത്തഹിദന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇവർ ഉറപ്പിക്കാനുള്ളതാണ്. ഈ നൂനും ശ്രദ്ധയുള്ള നൂനും എന്തിനുള്ളതാണ്? തൗക്കീദിനുള്ളതാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്നുള്ളത് ഉറപ്പിക്കാൻ പറയാനാണ്. ഓക്കെ, ഉണ്ടാക്കുക തന്നെ വേണം, അങ്ങനെയാണ് അവർ പറയുന്നത്. അമ്മ ഇവരുടെ പേരിലൊരു മസ്ജിദ് ഉണ്ടാക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ മരണപ്പെട്ട ആളുകളുടെ ഖബറിന് ആരാധനാലയം, മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന നടക്കുന്ന സ്ഥലമല്ലേ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഈ മസ്ജിദുകളിൽ പിന്നെ പള്ളി ഉണ്ടാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. മരണപ്പെട്ട ആളുകളുടെ ഖബറിൽ ആരാധനാലയം നിർമ്മിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വിലക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണത്. അത് ഇന്ന് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ആ കാര്യം, ആ സംഭവം എന്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൽ വിലക്കിയ ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഇത് ശക്തമായി വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻ വേദക്കാരെ, നമ്മളുടെ ഇസ്ലാമിൻ്റെ മുന്നിലുള്ള വേദക്കാരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ പ്രവാചകന്മാരുടെ പിന്നെ ഖബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ ആരാധന നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ എന്ത് പാടില്ല, ഖബറിന് ആരാധനാലയം ആക്കല് പാടുള്ളതല്ല. അപ്പം മസ്ജിദ് ആർക്ക് മാത്രമാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അള്ളാഹുവിൻ്റെ ഭവനമാണെന്ത് മസ്ജിദ്. അപ്പോൾ മസ്ജിദിൽ എന്ത് മാത്രമേ പാടുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആരാധന മാത്രമേ അവിടെ നടക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ നടക്കുന്നുണ്ട് അല്ലേ, നാട്ടിൽ നടക്കുന്നുണ്ട്, പക്ഷേ അതെന്തല്ല, ഇസ്ലാമികമല്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് തനി കാഫിറുകളല്ല ഇവർ, ഈ പറഞ്ഞ ആൾക്കാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞത് മസ്ജിദ് ഉണ്ടാക്കാനാണല്ലോ, മസ്ജിദിനെ പറ്റിയാണല്ലോ. അപ്പോൾ അത് കാഫിറല്ല എന്നുള്ള കാര്യമാണ്. പിന്നെ തന്നെയുമല്ല, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നേ ഉള്ള മുൻവേദക്കാരുടെ സമയത്ത് നടന്നൊരു സംഭവമായത്. ഓക്കെ, ഇസ്ലാമിൻ്റെ കാലത്തല്ല, മുന്നേൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും ഇറങ്ങുന്നതിൻ്റെ എത്രയോ മുന്നേ ഉള്ള ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഇവരെ എഴുന്നേൽപ്പിച്ച് ഇവർ ഉറങ്ങുന്ന സമയത്ത് നാട്ടിലെന്തായിരുന്നു, ജനങ്ങളുടെ അക്രമം സഹിക്കാൻ വയ്യാതെയാണ് അവർ ഗുഹയിൽ അഭയം പ്രാപിച്ചത് അല്ലേ. എന്നിട്ട്
അവരെ ഉണർന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ എന്തായി? ജനങ്ങളുടെ അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവുമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അല്ലെങ്കിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നവർക്ക് അവസാന വിജയം അവരുടെ കൂടെയാണ്. അവസാന വിജയം സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കാണ് അവസാന വിജയം. പിന്നെ തന്നെയുമല്ല, ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം പോലെ ഒരു സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുകയും കൂടിയാണ് ഇതിൽ. റസൂലിന് ഈ ഒരു സംഭവം വിവരിച്ചു കൊടുക്കുക വഴി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ നമുക്കറിയാലോ, അബൂബക്കർ സിദ്ദീഖിൻ്റെ റളിയല്ലാഹുവിൻ്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിൽ ഒളിച്ചിരുന്നില്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കുള്ള ഒരു അറിയിപ്പും കൂടിയായിട്ടാണ്. അതിലെന്താണ് അറിയിപ്പ്, എന്താണ് പാഠം എന്നുള്ളത്? വിജയം അവസാനം ആരുടെ കൂടെയാണ്? അള്ളാഹുവിൻ്റെ ആളുകൾ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സത്യത്തിൽ നിലയുറപ്പിച്ച് നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് വിജയം എന്നുള്ളത് തെളിവും കൂടിയാണ്. ഇവർ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇവർക്ക് കിട്ടിയ ആദരവ് അല്ലേ? ഇവർക്ക് കിട്ടിയ ഉറങ്ങിയ സമയത്ത് ആണെങ്കിൽ ഇവർ ഒന്നും അറിഞ്ഞതുമില്ല, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞതുമില്ല. ഇനി ഉറങ്ങിണീച്ച് വന്ന സമയത്ത് എന്ത് ചെയ്ത് അവർക്ക് ആദരവ് കിട്ടുകയും ചെയ്ത്. പിന്നെ ഇതിൽ മുഫസ്സിരിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഇവരും ഗുഹയിൽ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഗുഹയിൽ. അപ്പോൾ അതിനുള്ളൊരു തെളിവായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണല്ലോ ഇപ്പോൾ പറയുന്നത്. അവരുടെ പേരിൽ ബിൽഡിംഗ് ഉണ്ടാക്കുക, പള്ളി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് മരണത്തിന് ശേഷമുള്ളൊരു സംഭവമായിട്ടല്ലേ, ഒരു ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ അവരെ ആദരിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിൽ നിന്നും ഒരു സൂചന അവർ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ തജ്വീദ് നോക്കാം. വകദാലിക എന്നൊന്നുമില്ല, അസർന അലൈഹിം ലിയഅലമൂ. ഇവിടെ വാവിൻ്റെ മുകളിൽ വാവ് മദ്ദുണ്ട് അല്ലേ? മീമിന് ലമ്മയുണ്ട്, ലമ്മയെ നീട്ടാൻ എന്തുണ്ട്? വാവ് മദ്ദുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വാവ് മദ് അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? ഹംസയാണ്. വാവ് മദ്ദിന് ശേഷമുള്ളത് ഹംസയാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? 4 കൗണ്ട് നീട്ടിയിട്ട് മീമിൻ്റെ ലമ്മയെ 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. ഓക്കെ. ലിയഅലമൂ അന്ന. നൂനിന് ശ്രദ്ധയുണ്ട്, മണിക്കുക. നൂനിന് ശ്രദ്ധ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലോ സിഫ്ർ. ഇതെന്താണ്? ഇതിൻ്റെ പേര് സിഫ്ർ മുസ്തദീർ. സിഫ്ർ മുസ്തദീർ. ഇത് വാവിൻ്റെ മുകളിലുണ്ടാവും, യാടെ മുകളിലുണ്ടാവും. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പാടില്ല? ഇതിന് പ്രൊനൗൺസ് ചെയ്യുന്നില്ല, ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടാത്തതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഇത് ലമ്മയല്ല, സുക്കൂനല്ല. ഇതെന്താണ്? ഒരു റൗണ്ടാണ്, വട്ടമാണ്. സുക്കൂൻ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. സുക്കൂന് റൗണ്ടല്ല, സുക്കൂന് ഹാഡ് തലയാണ്. ഇത് വെറും റൗണ്ടാണ്. ഇത് 2 തരം റൗണ്ട് ഇന്നലെ നമ്മൾ പഠിച്ചല്ലോ. ഇങ്ങനെയുള്ളതാണെങ്കിൽ നിർത്തുന്ന സമയത്ത് ഒന്ന് നീട്ടി നിർത്തും. ഇത് എന്ത് ചെയ്യില്ല? തീരെ പ്രൊനൗൺസ് ചെയ്യൂല. ഓക്കെ. അന്ന വഅദല്ലാഹി ഹഖുൻ. ഹഖ് എന്നുള്ളതിൻ്റെ മുകളിൽ എന്തുണ്ട്? അല്ലാഹുമ്മ തൻവീനുണ്ട്, കഴിഞ്ഞിട്ട് വാവാണുള്ളത്. അപ്പോൾ ഇതാ ബ്യോന്ന മണിച്ചുകൊണ്ട് തൻവീനിലുള്ള നൂനിനെ വാവിലോട്ട് ലയിപ്പിക്കുക, വാവിൽ വെച്ച് മണിക്കുക. ഹഖും വ
ഹഖും വ അന്ന. ഇവിടെ നൂനിന് ശബ്ദ മണിക്കുക, 2 കൗണ്ട് മണിക്കുക. വ അന്ന സാഅത ലാ റൈബ ഫീഹ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിർത്താം, അടയാളില്ലെങ്കിൽ അവിടെ ഒരു മീനിങ് കംപ്ലീറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ നിർത്താം. ഇനി നിർത്തിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ആയാലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹാക്ക് മദ്ദുണ്ട്. മദ്ദിന് ശേഷം ഹംസയാണിത്. മദ്ദിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ മദ്ദിന് എന്ത് ചെയ്യുക, 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ആ ഹാ എന്നുള്ള മദ്ദിനെ, ആടെ മദ്ദിനെ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇത്, ദാലിന് സുക്കൂന്, ഇത് കുറച്ച് സമയം കൊടുക്കണം. ഇത് എന്ന് പറഞ്ഞു പോകാൻ പാടില്ല. ഇത് അപ്പോൾ ദാലിൻ്റെ മാറേജ് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അത് പഠിക്കും. ഓക്കെ. ഇത് യതനാസഊന. ഇവിടെ ഈ നൂനിനൊരു അലിഫ് സഗീറുണ്ട്, 2 ഹർക്കത്ത് നീട്ടിയിട്ട്. യതനാസഊന ബൈനഹും അംറഹും. ഓക്കെ. ഫഖാലുബ്നു. ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹംസത്തുൽ വസ്ൽ പ്രൊനൗൺസ് ഇല്ല, നമ്മൾ ഈ വാവും പ്രൊനൗൺസ് ചെയ്യൂല, ഫഖാലുബ്നു പറയുള്ളൂ. വാമദ് കാലു എന്നുള്ളൊരു വാമദില്ലേ, ഇതിനെ പ്രൊനൗൺസ് ചെയ്യൂല. ഓക്കെ. ഈ വാവിനെ പ്രൊനൗൺസ് ചെയ്യൂല, ഈ ഹംസത്തുൽ വസ്ലിനെയും പ്രൊനൗൺസ് ചെയ്യൂല. ഫഖാലുബ്, ലുബ്നു. ബ് എന്താണ്, കൽക്കലയുടെ ലെറ്ററാണ്. ഇബ് ലുബ്നു, ഫഖാലുബ്നു. ഫഖാലി ഇത് പ്രൊനൗൺസ് ചെയ്യും. ഫഖാലുബ്നു അലൈഹിം. മീമിന് സാക്കിനായ മീമുണ്ട്, സാക്കിനായ മീമിന് ശേഷം വന്നിരിക്കുന്നത് ബായാണ്. അപ്പോൾ ഇഖ്ഫ എന്ന് പറയും. മീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇഖ്ഫ ആണ്. മീമിന് ശേഷം സാക്കിനായ മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫഉ ഷഫവി എന്ന് പറഞ്ഞാൽ പിന്നെ ചുണ്ടിൻ്റെ ലെറ്ററാണ് മീമ്, അതുകൊണ്ടാണ് ആ പേരിലാണ് അറിയാം. അല്ലാണ്ട് ഇഖ്ഫ വേറെ ഇതിനും കൂടിയുണ്ട്, നൂനിനുണ്ട് ഇഖ്ഫ. അപ്പോൾ 2 കൂടി മിക്സായി പോവാതിരിക്കാൻ വേണ്ടി മീമിൻ്റെ അതിന് പ്രത്യേകം പറയും. മീമിൻ്റെ ചുണ്ടിൻ്റെ പേര് പറഞ്ഞിട്ടാണ് മീമിൻ്റെ റൂളുകളൊക്കെ പറയുക. ഓക്കെ. അലൈഹിം ബുനിയാന എന്ന് മണിച്ചിട്ട് മിക്സ് ചെയ്യുക. അലൈഹിം ബുനിയാന. ഓക്കെ. അലൈഹിം ബുനിയാന. റബ്ബുഹും. ഇത് ഹെവി റായാണ്, 2 റായാണ്, ഷദ്ദയാണ്. അപ്പോൾ റബ്ബുഹും. ബായി 2 ഉണ്ട്. റബ്ബുഹും ആലമു ബിഹിം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ഇടാം. ജീമ് മുകളിലുണ്ടെങ്കിൽ, ഒരക്ഷരത്തിൻ്റെ മുകളിൽ ജീമുണ്ടെങ്കിൽ നിർത്തിയാലും കൂട്ടി ഓതിയാലും ഒരേപോലെയാണ് അതിൻ്റെ ഇഫക്റ്റ്. കൂട്ടിയോതലും നിർത്തലും ഒരേ എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിർത്താം. ഇനി നിർത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി ഓതുകയും ചെയ്യാം. ഓക്കെ. ഒരായ തന്നെയാണ്, ഒരു വലിയ ആയാണ്, പീസാക്കിയതാണ്. അപ്പോൾ ഖാലല്ലദീന ഗലബു അല. ഇവിടെ അലയുടെ മുകളിൽ, ലാമിൻ്റെ മുകളിൽ എന്തുണ്ട്, ലാമിൻ്റെ ഒരു മദ്ദുണ്ട് അല്ലേ. അലിഫ് സഗീറയാണിത്, ചെറിയ കുഞ്ഞി അലിഫ് സഗീറായാലും കബീറായാലും സെയിം റൂളാണ്. അല. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഹംസ ഉണ്ട്. അപ്പം അതിന് ശേഷം ഹംസ വന്നാൽ ഇവിടെ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ 2 വാക്കാണ്. അല വേറെയാണ്, അംരി വേറെയാണ്. അപ്പം എന്ത് ചെയ്യുക, അൽ മദ്ദുൽ മുൻഫസിലാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിർബന്ധമല്ല. ഇനിയിപ്പോൾ നമ്മൾ നീട്ടിപ്പോയില്ലെങ്കിൽ തെറ്റില്ല, പക്ഷേ നീട്ടി വേണമെങ്കിൽ നമുക്ക് പാരായണം ചെയ്യാം. അല അംരിഹിം.
അംരിഹിം ലനത്തഖിദന്ന നൂനിന് എന്ത് ചെയ്യാൻ മണിക്കുക ലനത്തഖിദന്ന അലൈഹിം അലൈഹിം മസ്ജിദ. ഇവിടെ മീമ് രണ്ടാമത് മീമ് വന്നു, മീമിന് ശേഷം മീമാണ്. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം മീമ് തന്നെ വന്നു കഴിഞ്ഞാൽ ഇദാമാണ്. ഇദാം മണിക്കുക, മീമ് രണ്ട് മീമും കൂടി മിക്സ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇവിടെ ശബ്ദ വന്നത്. അലൈഹിം മസ്ജിദ. ദാലിന് ഫത്തഹ തൻവീനാണ്. ഫത്തഹ തൻവീനിന് നിർത്തുന്ന സമയത്ത് ഒരു ഫത്തഹയും ഒരു മദ്ദും കൊടുത്തിട്ട് നിർത്തുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. മസ്ജിദ അലൈഹിം മസ്ജിദ. മസ് സീന് കാറ്റ് വരുന്നിട്ടാണ് മസ്ജിദ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.